ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗാലറി ഗ്ലാം ബൈ ദൃശ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വട്ട് ഐ ഈറ്റിന് ഡേ എന്നും കേട്ടോ. അപ്പോൾ വട്ട് ഐ ഈറ്റിന് ഡേ എടുക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഓരോ യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്കും ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാൻ ഇന്ന് നമ്മുടെ വീഡിയോ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. വീഡിയോ ഫുഡ് കഴിക്കണം മാത്രമേ ഉള്ളൂ. ഫുഡ് ഡേയുടെ വീഡിയോ ആണല്ലോ വട്ട് ഐ ഈറ്റിന് ഡേ. അപ്പോൾ ഞാൻ കഴിക്കുന്ന കാര്യങ്ങൾ ഇന്നത്തത് നാളെ കാണില്ല, നാളത്തെ ഇന്നും കാണത്തില്ല. മോൻ അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ ആയിരിക്കണമെന്നുമില്ല. അപ്പം അതുകൊണ്ട് അപ്പുറം വഴി പുപ്പാമ വന്നു കേട്ടോ, അതുകൊണ്ടാണ് നിർത്തിയത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യാതിരിക്കാൻ മറക്കില്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയണത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈക്ക് പ്രധാന ഒരു ഘടകമാണ്. ലൈക്ക്, വ്യൂസ്, വാച്ച് അവറൊക്കെ പ്രധാന ഘടകങ്ങളായതുകൊണ്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവണമെങ്കിൽ ഈ ഒരു ഘടകങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ലൈക്ക് ചെയ്യണം എന്ന് പറയണത്. പിന്നെ എന്താ, നമ്മൾ 500 ആകാൻ പോകുന്നു, 500 400 സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോകുന്നു, 500ലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. പിന്നെന്താ, അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയിലും മറ്റേ ഒരു ഹാൻഡ് കർച്ചീഫ് വീഡിയോ, പിന്നെ എന്താ ഔട്ട് ഗോയിങ് വീഡിയോ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യാറുണ്ടല്ലോ. ആ ഒരു കൊച്ച് എപ്പോഴും കമൻറ്റ് ചെയ്യാറുണ്ട്. സന്തോഷം കമൻറ്റ് ചെയ്യണേന് കേട്ടോ. അതുകൊണ്ടല്ല, എനിക്ക് അങ്ങനെ നമുക്ക് അവർ പറയുന്ന ആ വീഡിയോ എനിക്ക് ഒന്നാമത്തെ കാര്യം അത് പറയണത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അതുപോലെ എനിക്ക് സമയം കിട്ടണില്ല അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ ഓരോ വീഡിയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുന്നത് അത് ചെയ്യാൻ, നാളെ അത് ചെയ്യാമെന്ന്. പിന്നെ ഡെയിലി വീഡിയോ ഒക്കെ ഇടുമ്പോൾ, മോർണിംഗ് റൂട്ടീനൊക്കെ ഇടുമ്പോൾ ആൾക്കാർക്ക് മടുപ്പാണ് ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടാൻ നേരത്തെ. അതുകൊണ്ടാട്ടോ ഇടാത്തത്. പിന്നെ എന്താ, പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആ വീഡിയോ നമ്മൾ എടുക്കാറുണ്ട്, നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാറുണ്ട്. ഇപ്പം നമുക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു ഇൻട്രസ്റ്റ് ആണ് നമുക്ക് എടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇന്ന് വീഡിയോ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു മനസ്സുഖം, സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വീഡിയോ കണ്ടില്ലെങ്കിൽ ഇന്ന് എന്താടി വീഡിയോ ഇല്ലാത്തതെന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നവരുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ എന്തെങ്കിലും കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോൾ, എന്തിൻ്റെ വീഡിയോ ആയിരുന്നു, കഴിഞ്ഞ തൊട്ട് മുമ്പിട്ട വീഡിയോ അപ്ലോഡ് 2 പ്രാവശ്യം ഞാനത് എഡിറ്റ് ചെയ്ത വീഡിയോ ആയിട്ട് 2 പ്രാവശ്യം ഞാനത് എഡിറ്റ് ചെയ്തു. എന്നിട്ടും അത് ശരിയായില്ല. പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ പിന്നെ പകുതിക്ക് ഒരു 14 മിനിറ്റോ എന്തൊക്കെ ആയപ്പോൾ അത് കാണാൻ പറ്റാണ്ട് വന്നു. അപ്പം തന്നെ എനിക്ക് ഞാൻ 2 മിനിറ്റിനുള്ളിൽ എനിക്ക് അതിന് 8 വ്യൂസ് എങ്ങാണ്ട് ആയായിരുന്നു. അപ്പം കണ്ടവരും എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു കൊച്ചു വന്ന് മെസ്സേജ് അയച്ചു. പിന്നെ വാട്സപ്പിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ മെസ്സേജ് വേണ്ടി കാണാൻ പറ്റില്ല, ഇനി എൻ്റെ കുഴപ്പമാണോ എന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അപ്പം തന്നെ അത് റിമൂവ് ചെയ്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആ വീഡിയോ ഇടണില്ലേ എന്ന് ചോദിച്ചത്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, നമ്മുടെ വീഡിയോയും കാണാൻ ആൾക്കാരുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. കീപ് സപ്പോർട്ടിങ്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ. ആദ്യം രാവിലെ തന്നെ ഞാൻ ഏൽക്കുമ്പോഴേ ചിയാസീഡിൻ്റെ ഡ്രിങ്ക് ആട്ടോ കുടിക്കണം. ഇത് ഞാൻ ചിയാസീഡ് മാത്രമേ കുടിക്കാറുള്ളൂ, അതായത് നാരങ്ങ ഒന്നും ചേർക്കാറില്ല കേട്ടോ. രാവിലെ അതങ്ങ് കഴിക്കും. ദേവട്ടം പോണതിന് മുമ്പ് ഞാൻ ഏൽക്കുമ്പോഴേ അതങ്ങ് കഴിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുടിവെള്ളം വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം എടുത്ത് ചൂടുവെള്ളത്തിലങ്ങ് ഇടും. കുതിർന്ന് കഴിയുമ്പോൾ പിന്നെ കഴിക്കും. അത് കഴിഞ്ഞ് നമുക്കിന്ന് ദോശയും സാമ്പാറും ആട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. ദേവട്ടൻ രാവിലെ അമ്മ കൊണ്ടാക്കിയുകൊണ്ട് ഈ ഒരു ഡ്രിങ്ക് കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് അധികം വിശക്കത്തില്ല. ചിലപ്പോൾ ഞാൻ ദേവൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ഇത് കുടിച്ചാൽ കുറേ നേരത്തേക്ക് എനിക്ക് വിശക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 10-10:30 ആകുമ്പോഴാട്ടോ കഴിക്കാറ്. പിന്നത്തേക്കുള്ള അതിൻ്റെ ഗ്യാപ്പിൽ വല്ല പണിയൊക്കെ ചെയ്ത് അങ്ങനെ നടക്കും. അപ്പോൾ നമ്മുടെ ദോശയും സാമ്പാറുമാണ്. വിധുക്കുട്ടനും ചേട്ടായൊക്കെ ഇതാണ് കഴിക്കണം. വിധുക്കുട്ടന് കുറച്ച് കൂടുതൽ നെയ്യ് ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കും. നമുക്കുണ്ടാക്കുമ്പോൾ എണ്ണ ഉപയോഗിക്കണം. എനിക്ക് എണ്ണയുടെ ഫ്ലേവറാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മണി 10:45 ആയായിരുന്നു കേട്ടോ. അപ്പം ഞാനും കഴിക്കാനിരുന്നു. ഞാൻ ഇപ്പോൾ ഡയറ്റ് തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എന്നാൽ വട്ട് ഐ ഈറ്റിൻ്റെ ഡേ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പിന്നെ ഡയറ്റ് തെറ്റി. ഇനിയിപ്പം മൺഡേ തൊട്ട് ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യണം. എനിക്കിങ്ങനെ ഡയറ്റ് എടുക്കാനിരിക്കുമ്പോൾ പിന്നെ മധുരമൊക്കെ കഴിക്കാൻ ഞാൻ പൊതുവേ മധുരം കഴിക്കാത്ത ഒരാളാണ്. ചായക്ക് പോലും പഞ്ചസാര ഇടത്തില്ല കേട്ടോ. പക്ഷെ ഡയറ്റ് ചെയ്യാൻ നേരത്ത് എനിക്ക് മധുരം കഴിക്കാനാണ് ഭയങ്കര ഒരു കൊതിയാണ്. അപ്പോൾ 2 മണിയായി. അപ്പോൾ നമുക്കിന്ന് ലഞ്ച് ബിരിയാണിയും ചിക്കൻ കറി ആട്ടോ. അത് ഇന്നലെ രാത്രി നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് ഒന്ന് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ എടുത്തിട്ട് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആട്ടോ. അതായത് ചൂടാക്കുമ്പോൾ, അതായത് എല്ലാ മസാലയൊക്കെ അതിനകത്ത് പിടിച്ച്. ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, അടിപൊളിയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു പേഴ്സണലി. ചേട്ടായിക്കും പിള്ളേർക്കും ഒക്കെ ഇഷ്ടമായെന്ന് അവർ പറഞ്ഞായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ ചല്ലാസ് എനിക്ക് ഉണ്ടാക്കാൻ കഴിയത്തില്ല.
ഇന്നലെ ചള്ളാസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തീർന്നു. നമ്മൾ അമ്പിളിയൊക്കെ ഉണ്ടാക്കിയ ചള്ളാസാട്ടോ ഉണ്ടാക്കിയത്. അതും അടിപൊളിയായിരുന്നതുകൊണ്ട് അതെല്ലാവരും, എനിക്ക് പൊതുവേ ചള്ളാസ് ഐറ്റത്തിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് തീർന്നായിരുന്നു. ചേട്ടായിക്കും ഇഷ്ടമാണ്. അപ്പോൾ അതേ നമ്മൾ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് നേരം കിടക്കണം, ഉറങ്ങണം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ദേവൂട്ടം വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബിരിയാണിയും കൂടി കഴിച്ചുകൊണ്ടുണ്ടല്ലോ ഭയങ്കര ദാഹമായിരുന്നു. അപ്പോൾ അവനോട് ചോദിച്ചപ്പം അവനും പറഞ്ഞു എന്നാൽ ഫ്രഷ് ലൈം അടിക്കാനായിട്ട്. അപ്പോൾ ഫ്രഷ് ലൈം അടിച്ചു. ചേട്ടായി കുടിക്കുന്നതുകൊണ്ട് മിൻറ്റ് ഇട്ടില്ല, പുതിനയില ഇട്ടില്ല, ചേട്ടായിക്ക് അലർജിയാണ്. അപ്പോൾ ഒരു 4-4:30 ആയപ്പോൾ നമ്മളൊരു ഫ്രഷ് ലൈം കുടിച്ചു കേട്ടോ. ഇതൊരു അടിപൊളിയായിരുന്നു. ഇത് കുടിക്കും ഭയങ്കര ദാഹമെന്ന് വെച്ചാൽ ബിരിയാണി കഴിച്ചിട്ട് ഇങ്ങനെ നാക്കൊക്കെ ഉണങ്ങുമായിരുന്നു, ചുണ്ടും നാക്കൊക്കെ. അപ്പം നമ്മൾ 4:15-4:30 ആയപ്പം ഇത് കഴിച്ചു. അവന്മാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കിച്ചൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് കൊടുത്തു, നമ്മൾ കുടിച്ചു. ഇനിയിപ്പോൾ ചായയുടെ പരിപാടിയാണ്. അതായത് ദേവൂട്ടം വന്നിട്ടൊന്നും കഴിച്ചില്ലായിരുന്നല്ലോ, ഇത് മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കോളിഫ്ലവർ റെഡിയാക്കാനായിട്ട് മാവ് ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മൈദയല്ല എടുത്തേക്കണം, കടലമാവും അല്ല, ഗോതമ്പ് പൊടി ആട്ടോ. ഗോതമ്പ് പൊടി കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കണത്. എനിക്ക് പെർഫെക്റ്റായിട്ട് കിട്ടി, പക്കയായിട്ട് കിട്ടി. ഞാനൊരു സ്വല്പം കളർ പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓപ്ഷനിലാണ്, പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ചെയ്യേണ്ട. ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുക്കേണ്ട ഒരു തുള്ളി, അതായത് ഒരു പിഞ്ച് പൊടിക്ക് എടുത്തുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മൾ വീട്ടിലുണ്ടാക്കണ ഇൻസ്റ്റൻറ്റ് സോസും ഉണ്ടാക്കിയിട്ടോ പെട്ടെന്ന്. തക്കാളി പുഴുങ്ങിയിട്ടുണ്ടാക്കണമായിരിക്കും ഒന്നും കൂടി ബെറ്റർ. ഞാനത് സമയമില്ലാത്തതുകൊണ്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് കറുവപ്പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് പഞ്ചസാര ഇട്ടിട്ട് പിന്നെ ഞാൻ കുറച്ച് പറ്റിച്ചെടുക്കും കേട്ടോ ഇത്. അത് കഴിഞ്ഞ് അത് നമ്മളൊരു 5 മണിയൊക്കെ ആയപ്പോൾ ചായയും കുടിച്ചു. അതേ നമ്മുടെ ഫൈനലായിട്ട് കണ്ടോ, നല്ല നമ്മുടെ വൈക്കത്തഷ്ടമിക്കൊക്കെ കിട്ടണം അതേ കളറിലും അതേപോലെയൊക്കെ വെജ് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. സോസ് മുക്കി കഴിക്കുമ്പോൾ സോസ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി, കാരണം വീട്ടിലുണ്ടാക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇത് കുറേ നാൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കണമെങ്കിൽ ഈ സോസ് ഇരുന്നോളും കേട്ടോ. പിന്നെ അതിനകത്ത് കളർ പൊടിയൊന്നും ചേർത്തിട്ടില്ല നമ്മൾ. പിന്നെ എന്താ പക്കയായിട്ട് കിട്ടും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി അതിനകത്ത് വറുത്തിട്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ ചായ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡിന്നറാണല്ലോ, രാത്രിയിലാണ്. ഇത് കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മളെന്നാ വിധുവൊക്കെ കഴിച്ചു കേട്ടോ. വിധുവിനൊക്കെ ഇഷ്ടമായി. അപ്പോൾ ഇത് രാത്രി ഷേക്ക് ഉണ്ടാക്കാം. ബൂസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടിച്ചിട്ട് കാണാം കേട്ടോ. പാല് കട്ടയാക്കാൻ വെച്ചിട്ടുണ്ട്. നട്ട്സും കാര്യങ്ങളൊന്നുമില്ല, നോർമൽ ഷേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയിട്ട് കാണാം. അപ്പോൾ രാത്രി അങ്ങനെ ഇരുന്നപ്പോൾ ബൂസ്റ്റ് കുടിക്കാൻ തോന്നി. അപ്പോൾ ഒരു ബൂസ്റ്റ് എടുത്തു കേട്ടോ. എനിക്ക് തലവേദന എടുത്ത് വെട്ടി കുളഞ്ഞ് ഞാൻ കിടക്കുമായിരുന്നു. ഭയങ്കര തലവേദനയായിരുന്നു. ഇവന്മാർ വാവച്ചിട്ട് വീട്ടിൽ പോയിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴാട്ടോ പിന്നെ ഇവന്മാർക്കും കൊടുക്കാൻ നമ്മൾ ഷേക്ക് അടിച്ച്. നോർമൽ ഷേക്ക്, ഷാർജ ഷേക്ക്, നട്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പഴവും 2 ബിസ്ക്കറ്റും ബൂസ്റ്റും പഞ്ചസാരയും പാലും അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിച്ചു. ഞാനും ചേട്ടായി വിധുവും ദേവനും ഒക്കെ കഴിച്ചു. അമ്മ ഇവിടെ ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഷാർജ ഷേക്കും പിന്നെ വെജ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഡയറ്റ് എടുക്കുമ്പോൾ ഭയങ്കര ഇതിപ്പോൾ ഡയറ്റ് അല്ലല്ലോ, മധുരത്തിനോടൊക്കെ ഭയങ്കര ഒരു ആസക്തി കൂടുതലാണ്. അപ്പോൾ വിധുവും ദേവനും ചേട്ടായൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ സമയം ഒരു 8 മണി 8:30 ആയിട്ടുണ്ട്. കാരണം എന്നെ ഫേസൊക്കെ ഇരിക്കണുണ്ട്. ഞാൻ തലവേദനയായിട്ട് മൂടി പൊളിച്ച് കിടക്കുമായിരുന്നു. പിന്നെ അന്നാരാണ് ഇവന്മാർ വന്നത്. ഷേക്ക് അടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നപ്പോഴാണ് ഇവന്മാർ പോയത് വാവിച്ച് വീട്ടിൽ. തിരിച്ചു വന്നപ്പോൾ നമ്മളിത് ഷേക്ക് കുടിച്ചു. ഇത് വിധുക്കൂട്ടനൊക്കെ എന്നും ഇങ്ങനെ കൊടുക്കണം നല്ല കേട്ടോ. ഇപ്പോൾ ഇച്ചിരി ജലദോഷം ആയതുകൊണ്ടാണ് കൊടുക്കാതെ. അത് തണുപ്പ് മാറ്റി അവരൊന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യിക്കാനായിട്ട്. വിധുക്കൂട്ടനൊക്കെ ഒട്ടും വെയിറ്റ് ഇല്ല, ഒട്ടും എന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല കേട്ടോ. 8 കിലോ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നട്ട്സൊക്കെ ഇട്ട് അടിച്ച് കൊടുക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ വിധുക്കൂട്ടന് ഇഷ്ടമായതുകൊണ്ട് കുറച്ചും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആ ജാറിൻ്റെ അകത്തിരുന്നത് ഊറ്റി വിധുക്കൂട്ടന് കൊടുക്കുവാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കുടിച്ചു. അടിപൊളി ഷേക്കായിരുന്നു. ഞാൻ ആദ്യം ബൂസ്റ്റ് തിന്നതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് മധുരം തോന്നില്ല. അത് കഴിഞ്ഞ് പക്കയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ തലവേദനയൊക്കെ എടുത്ത് എനിക്ക് അവനെ പഠിപ്പിക്കാനുണ്ടായിരുന്നു ദേവൂട്ടനെ. ആ രീതിയിലിരുന്ന് എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയെന്ന് തോന്നുന്നുകൊണ്ട് ഞാൻ പോയി മേലൊക്കെ കഴുകിയായിരുന്നു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എൻ്റെ കഴുത്തിൽ കറുപ്പുണ്ട്. അതിപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. അതെനിക്ക് വിധുവിന് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഇങ്ങനെ വന്നായിരുന്നു. ഇനിയിപ്പോൾ ഡോക്ടറെ അടുത്ത് പോകണം. ഡ്രൈ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡ്രൈ. ഇനിയിപ്പോൾ അത് മരുന്ന് വരാനായിട്ട് ഭയങ്കര ചൊറിച്ചിലാണ് എനിക്ക്, പുറത്തും കഴുത്തേലും മുഖത്തൊക്കെ. ഇനിയിപ്പോൾ മരുന്ന് മേടിക്കേണ്ട ഒരു നിവൃത്തിയില്ല. അപ്പോൾ ബാക്കി പണിയൊക്കെ കഴിഞ്ഞു. എല്ലാ പാത്രവും കഴുകിയിട്ടാണ് ഞാൻ മേല് കഴുകാൻ പോയത്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. രാത്രിയിലത്തേക്കുള്ള ഡിന്നർ കഴിച്ചാൽ നമ്മുടെ പരിപാടിയൊക്കെ തീർന്നു. ഞാൻ വേഗം പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറും ആസ് യൂഷ്വൽ എല്ലാ വീട്ടിലെ പോലെയും ചോറാണ്. ഞാൻ ചോറ് അങ്ങനെ കഴിക്കാറില്ല. എന്ന് വെച്ചാൽ വൈകുന്നേരം എന്തെങ്കിലും കഴിച്ചാൽ 7 മണിക്ക് മുമ്പ് ദോശനായാലും കഴിച്ചാൽ പിന്നെ രാത്രി ഒന്നും കഴിക്കാറില്ല. പിന്നെ ഇന്ന് വാട്ട ഈറ്റിൻ്റെ ഡേ എടുക്കണോണ്ടാട്ടോ. അപ്പോൾ സാമ്പാറും മീൻ വറുത്തതും, എനിക്ക് മുളകിടിച്ചത് ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റാണ് മുളകിടിച്ചത്.
വിധുവും ദേവനൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ കണ്ട് ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പിന്നെന്താ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, സീ യു.